ഇന്ന് ഞാൻ വിശുദ്ധ ക്രിസ്റ്റഫറിനെ പറ്റിയുള്ള ഒരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രാക്ഷസ പുണ്യവാൻ എന്നും ഇദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. ഇനി കഥ കേട്ടുള്ളൂ. ക്രിസ്റ്റഫർ എന്ന വലിയ ഒരു ഭക്തനുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ സേവിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആദ്യം ഒരു രാജാവിൻ്റെ അടുക്കൽ പോയി. പക്ഷേ രാജാവിനേക്കാൾ ശക്തൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഒരു മഹാബാലികൻ്റെ അടുക്കൽ പോയി. എന്നാൽ അവനും ദൈവത്തെ ഭയക്കുന്നു എന്ന് അറിഞ്ഞു. ദൈവത്തെ കണ്ടെത്താൻ ഒരു തപസ്യയെയും കണ്ടു. തപസ്യ പറഞ്ഞു, യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം. അവനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കൂ. തുടർന്ന് ക്രിസ്റ്റഫർ ഒരു നദിക്കരയിൽ ആളുകളെ കടത്തിവിടാൻ തുടങ്ങി. ഒരു ദിവസം ഒരു കുട്ടി അവനോട്, എന്നെ കടത്തിവിടാമോ എന്ന് ചോദിച്ചു. കുട്ടിയെ ചുമലിലെടുത്തപ്പോൾ അവന് അതിയായ ഭാരം തോന്നി. നദിയുടെ നടുവിലെത്തിയപ്പോൾ കുട്ടി തൻ്റെ യഥാർത്ഥ സ്വരൂപം വെളിപ്പെടുത്തി. അവൻ യേശുക്രിസ്തുവായിരുന്നു. നീ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ളവനെ തന്നെ ചുമന്നു എന്ന് യേശു പറഞ്ഞു. അന്നു മുതൽ ക്രിസ്റ്റഫർ യേശുവിൻ്റെ ഭക്തനായ പരിപൂർണ സേവകനുമായി. ഈ കൊച്ചു കഥ ഇവിടെ പൂർണ്ണമാകുന്നു. കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരി?